ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ സിറ്റ് ഔട്ടിൽ കുറച്ച് വെച്ചേക്കുന്ന പ്ലാന്റ്സും, അതായത് ഇൻഡോർ സ്റ്റാൻഡൊക്കെ ഉണ്ട്. നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഇൻഡോർ സ്റ്റാൻഡും ഇൻഡോർ പോട്ടും അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് രീതികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിൻ്റെത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാനൊരു ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടില്ല, എന്നാലും മനസ്സിലാവുന്ന രീതിക്ക് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയ രീതി ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന പോട്ട്, അതിൻ്റെ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടത് വുഡൻ റീപ്പേഴ്സാണ്. അപ്പോൾ ഈ വുഡൻ റീപ്പേഴ്സ് ഞാനിവിടെ ഒരു 4 എണ്ണം, അതിൻ്റെ 4 കാലുകൾക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാലുകൾ വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലെ സ്ട്രെയിറ്റ് ആയിട്ടും ഫ്രണ്ടിലെ കുറച്ച് ചരിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള ലെഗ് പീസ് എടുക്കാൻ നേരം ഒരു 2-3 സെൻറ്റിമീറ്റർ കൂടുതൽ എടുക്കുക. ചരിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടെ നീളം അതിന് ആവശ്യമാണ്. ഇനി നമുക്ക് ഈ ഒരു ലെഗ് പീസ് ടോപ്പ് എഡ്ജിൽ ഞാൻ ഇതുപോലെ ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് ഹോളിട്ടിട്ട് നെറ്റ് ബോൾട്ടിട്ട് മുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 സെറ്റ് നമുക്ക് 2 സൈഡിലോട്ടായിട്ട് ആവശ്യമുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷെൽഫിൻ്റെ വീതി നമുക്ക് നോക്കണം. ഇത് താഴത്തോട്ട് വരുന്നതോറും നല്ലപോലെ വൈഡായിട്ടാണ് ഇതിൻ്റെ ലെഗ്സ് തമ്മിലുള്ള ദൂരം വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഷെൽഫിനും ഓരോ വീതിയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോപ്പിൽ എത്രയാണെന്ന് നോക്കിയിട്ട് ഇതുപോലെ നമുക്ക് അതിൻ്റെ ഷെൽഫ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സൈഡിലോട്ടുള്ളത് ഏകദേശം നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് എത്ര വൈഡായിട്ട് വരുന്നു അത് അളന്നിട്ട് അതിൻ്റെ സൈഡിലോട്ടുള്ള വീതി നോക്കുക. പിന്നെ നീളം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഞാനിവിടെ 45 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ആണിയടിച്ച് ഗ്ലൂ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ട് വരുന്ന ആ ഒരു പോർഷന് നമുക്ക് ഇതുപോലെ റീപ്പർ വെച്ചിട്ട് നല്ലപോലെ ആണിയടിച്ച് ഗ്ലൂ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്ലെക്സ് ക്വിക്ക് എന്ന് പറയുന്ന ഗ്ലൂ ആണ്. ഇത് പെട്ടെന്ന് ഒട്ടിക്കോളും. നല്ലപോലെ ആണി അടിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ കുറച്ച് ഗ്ലൂവും കൂടെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലപോലെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ ലെഗ് പീസും നമ്മുടെ ഈ ഷെൽഫും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം നെട്ടും ബോൾട്ട് തന്നെയാണ് യൂസ് ചെയ്യണത്. അത് ഞാൻ ഡ്രില്ല് ചെയ്ത് ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ലെഗിലും ആ ഷെൽഫിൻ്റെ സൈഡിലുമായിട്ട്. അതിലോട്ട് നല്ലപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് പിന്നെ നല്ലപോലെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഫേമായിട്ട് അവിടെ നിന്നോളും. ഗ്ലൂ ഒന്നും ചെയ്യണമെന്നില്ല. നമുക്കിത് ആവശ്യമുള്ളപ്പോൾ ഊരി മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 സൈഡിലും നല്ലപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ്, അതായത് ഏറ്റവും താഴെ വരുന്ന ഒരു ഷെൽഫ് നമുക്ക് ഇനി അടുത്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഹൈറ്റിൽ ഇതിൽ ലെഗ് പീസിൽ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വിഡ്ത്ത് എത്ര വരുമെന്നൊന്ന് അളന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ആ ഒരു ഷെൽഫ് ഉണ്ടാക്കിയ സെയിം പ്രൊസീജിയറായിട്ട് തന്നെ നമുക്ക് ഈ അടിയിലോട്ടുള്ള ഷെൽഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ഷെൽഫ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഒരു ഷെൽഫ് കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ഷെൽഫ് തമ്മിലുള്ള ദൂരം ഒന്ന് അളന്നിട്ട് അതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഷെൽഫിന് എത്ര വീതി വരുന്നുണ്ടെന്നും കൂടി ഒന്ന് അളന്ന് നോക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറിൽ തന്നെ അവിടത്തേക്കായിട്ട് നമുക്കൊരു ഷെൽഫ് കൂടി ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ആ ഒരു ഷെൽഫ് കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെഗ് പീസിൽ നമുക്ക് ഡ്രില്ല് ചെയ്ത് ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ആ ഒരു ഷെൽഫിൻ്റെ ഏത് പോർഷനിലാണ് ഹോൾ വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വർക്ക് ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഉരച്ച് നല്ലപോലെ വൃത്തിയാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വാർണിഷും ഒരു 20-30% ടർപ്പൻറ്റൈനും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ വുഡിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ആ വുഡിൻ്റെ ടെക്സ്ചറും നല്ലൊരു ഗ്ലേസി ലുക്കിങ് നമുക്ക് കിട്ടും. എന്നിട്ട് കുറച്ച് വെയിലത്ത് വെച്ച് നമ്മളിതൊന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു സ്റ്റാൻഡിൻ്റെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ റീപ്പർ വെച്ച് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 റീപ്പർ സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് മുകളിലേക്കുള്ള ഒരു പോർഷനും ഇതുപോലെ റീപ്പർ ഫില്ല് ചെയ്ത് സൈഡിൽ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ആണി അടിച്ചിട്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ ചെയ്തിട്ടാണ് ഇതുപോലത്തെ ഓരോ കഷ്ണങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എൻ്റെ സൈഡിൽ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ഇതേ രീതിക്ക് തന്നെ അതിൻ്റെ ലെഗ് പീസ് വരുന്ന പോർഷനിലും മാർക്ക് ചെയ്ത് ഹോൾ ഇടുക. എന്നിട്ട് ഇതുപോലത്തെ കുറേ പീസുകൾ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രീതിക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് പല രീതിക്ക് സ്റ്റാൻഡുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടയിൽ വരുന്ന ഷെൽഫിൽ ആ ലെഗ് കടന്നു പോകുന്ന ഭാഗത്ത് ഞാൻ ആ മുകളിൽ ആ റീപ്പർ വെച്ച് അടിച്ചിട്ടില്ല. ടോപ്പ് എഡ്ജിൽ നമുക്ക് ആ ഫുള്ള് കവർ ചെയ്തെടുക്കാം. പക്ഷേ ഇടയിൽ വരുന്ന ആ ഭാഗങ്ങളിൽ ആ ഒരു ഏരിയ വിട്ടിട്ട് വേണം നമ്മൾ റീപ്പർ അടിച്ചെടുക്കാൻ. ഇനി ഇവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണി പ്ലാന്റ്സ്, ഫിലോഡൻഡ്രം വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാൻസവേരിയ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. പിന്നെ സി പ്ലാന്റ് ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് ഇൻഡോർ വെക്കാനും ഇതുപോലത്തെ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്ലാന്റാണ് സി പ്ലാന്റ്. അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിനിയേച്ചർ ബാമ്പു, അങ്ങനെ സിങ്കോണി, അങ്ങനെ കുറച്ച് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സൊക്കെയാണ് കൂടുതലും ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും എന്നോട് ചോദിച്ചതാണ്, ഇതിന് വെള്ളം നനക്കാൻ നേരം ഡ്രെയിൻ ഹോളിൽ കൂടെ ഇറങ്ങിയിട്ട് വെള്ളം താഴ്ത്തി വീണാകെ വൃത്തിയിടാകില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് യൂസ് ചെയ്യാൻ നേരം ഇതുപോലത്തെ പോട്ട് യൂസ് ചെയ്യുക, സെൽഫ് വാട്ടറിങ് പോട്ട് യൂസ് ചെയ്യുക കൂടുതലും. അപ്പോൾ നമ്മൾ വെള്ളം നനച്ചാലും എക്സസ് വരുന്ന വാട്ടർ ഇതുപോലെ അടിയിൽ ഹോളില്ലാത്ത പോട്ടിൽ കളക്റ്റായി വരും. അപ്പോൾ നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ അത് ഊരിയെടുത്ത് കൊട്ടിക്കളയാം. ഇനി നിങ്ങൾ ഇതുപോലത്തെ ഹോളുള്ള പോട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിത് നനക്കാൻ നേരം ഒരു കപ്പിലെടുത്ത് നനച്ച് കഴിഞ്ഞാൽ നേരെ വെള്ളം അതിൻ്റെ അടിയിലോട്ട് മണ്ണിലൊന്നും പിടിക്കാതെ അടിയിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്പ്രേയർ യൂസ് ചെയ്ത് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മൊന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം അടിയിലേക്ക് ഡ്രെയിൻ ഹോളിൽ കൂടെ പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന വേറൊരു മോഡലിലുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൻ്റെ മേക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഏകദേശം ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഐഡിയ മനസ്സിലാവും. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് പല ഷേപ്പിലുള്ള സ്റ്റാൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ ചിലവൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമൊന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മുടങ്ങാതെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.